ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയ വീടാണ് ഗിൽഗാൽ ആശ്വാസഭവൻ. ഈ വീട്ടിൽ ജീവിത സായാഹ്നത്തിൽ ഒന്ന് തലയൊളിക്കുവാൻ കൂടന്വേഷിച്ചു വന്ന ഒരു കൂട്ടം വൃദ്ധമാതാപിതാക്കൾ. വാടിവരണ്ട ഇവരുടെ മുഖത്തെ കണ്ണുനീർച്ചാലുകൾ തുടച്ചും വിറയ്ക്കുന്ന കൈകളിൽ പിടിച്ചും സ്നേഹത്തിൻ്റെ പരിചരണം ഈ ഭവനത്തിൽ നൽകി വരുന്നു. ജീവിതയാത്രയിൽ പെട്ടെന്നുണ്ടായ അപകടത്താൽ ശരീരം തളർന്നുപോയ ഒരു കൂട്ടം സഹോദരന്മാർ അവരുടെ തകർന്നടിഞ്ഞ പ്രതീക്ഷകൾക്ക് ചിറകുമുളയ്ക്കുകയാണ് ഈ ഭവനത്തിൽ. പിറന്നു വീണപ്പോഴേ വൈകല്യം കീഴ്പ്പെടുത്തിയ ഒരു കൂട്ടം പൊന്നോമന കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ യാതൊരു കളങ്കവും ഏൽക്കാതെ ഇവിടെ വളരുകയാണ്. താളം തെറ്റിയ മനസ്സുമായി വഴിതെറ്റി അലയുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ ഭവനത്തിൽ അവരുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുകയാണ്. ഈ ഭവനത്തിലെ ശുശ്രൂഷ അവരെ യഥാർത്ഥ ജീവിതത്തിലേക്ക് നയിക്കുകയാണ്. തളർന്ന ശരീരവും തളരാത്ത മനസ്സുമായി ഇവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. മുൻപിൽ വന്ന അപകടത്താൽ കഷ്ടിച്ച് രക്ഷപ്പെട്ട ഇവരുടെ അവശേഷിക്കുന്ന ജീവൻ കൊണ്ട് പാടുകയാണ്. ഒപ്പം വിരലുകളിൽ ഈണം മീട്ടുകയാണ്. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. മരത്തിൽ കയറിയ കൊച്ചുമോൻ്റെ കൈകൾ പിടിവിട്ട് താഴേക്ക് നടുപിടിച്ച് വീഴുവാനിടയായി തീർന്നു. ബോധം നഷ്ടപ്പെട്ട് തന്നെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും തൻ്റെ ശരീരം പൂർണ്ണമായിട്ടും തളർന്നു പോകുവാനിടയായി തീർന്നു. തനിക്കുണ്ടായിരുന്നെല്ലാം വിറ്റും ചെലവഴിച്ചും ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തെങ്കിലും തളർന്ന ശരീരത്തെ നിവർക്കുവാൻ വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞില്ല. ആകെ നിരാശനായി ബെഡ്സോർ ബാധിച്ച് വളരെ ദയനീയമായ അവസ്ഥയിൽ മരണത്തെ മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് തൻ്റെ വീടിൻ്റെ ഇരുളടഞ്ഞ മുറിയിൽ ജീവിതത്തെയും മരണത്തെയും മുമ്പിൽ കണ്ടുകൊണ്ട് നിരാശനായ കൊച്ചുമോൻ്റെ ജീവിതത്തിലേക്ക് ഗിൽഗാൽ ആശ്വാസവൻ്റെ പ്രകാശം കടന്നു എന്നത് ഒരു ആശ്വാസമായി. തങ്കച്ചൻ തൻ്റെ 19-ാമത്തെ വയസ്സിൽ കൂട്ടുകാരുമൊത്ത് തടി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തടിയുടെ മുൻപിൽ നിന്ന തങ്കച്ചൻ പുറകിൽ നിന്നവർ തടിയിൽ നിന്നും കൈവിട്ടപ്പോൾ തൻ്റെ നടുവിലേക്ക് ആ ഭാരമുള്ള തടി വീഴുവാനിടയായി തീർന്നു. നടുവിന് ക്ഷതം സംഭവിച്ച തന്നെ എത്രയും വേഗം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും തൻ്റെ ശരീരത്തിൽ ഏറ്റ ആഘാതം സ്പൈനൽ കോഡ് കട്ടായി തൻ്റെ ശരീരം അരയ്ക്ക് താഴ്വശം പൂർണ്ണമായിട്ടും തളർന്നു പോകുവാനിടയായി തീർന്നു. ആ രോഗശൈലിയിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി നിരാശയുടെ പടുകുഴിയിലേക്ക് ആണ്ടുപോയ തങ്കച്ചൻ തന്നെ സ്നേഹിപ്പാനോ തന്നെ സംരക്ഷിക്കുവാനോ തന്നെ ശുശ്രൂഷിക്കുവാനോ കഴിയാത്ത സാഹചര്യങ്ങൾ നേരിട്ടപ്പോൾ തൻ്റെ മാതാപിതാക്കൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഏകനായി ഈ ഭൂമിയിൽ അവശേഷിച്ച തങ്കച്ചനെ സ്നേഹത്തിൻ്റെ കരങ്ങൾ നീട്ടി ഗിൽഗാൽ ആശ്വാസഭവൻ സ്വീകരിപ്പാനിടയായി തീർന്നു. ഇവിടെ പ്രിയ തങ്കച്ചൻ സന്തോഷമുള്ളവനായി പ്രത്യാശയുള്ളവനായി കഴിയുകയാണ്. ഗിൽഗാൽ ആശ്വാസഭവനിലെ സംഗീത വിഭാഗമായ ഗിൽഗാൽ വോയിസിൽ അദ്ദേഹം തൻ്റെ കാലുകൾ തളർന്നു പോയെങ്കിലും തളരാത്ത കരങ്ങളുമായി ഈ കീബോർഡ് പ്ലേ ചെയ്യുകയാണ്. മനോജ് 31-ാമത്തെ വയസ്സിൽ ചാരമൂട്ടിൽ വെച്ച് ഒരു ബൈക്ക് അപകടത്തിൽപ്പെട്ട് തൻ്റെ ശരീരം പൂർണ്ണമായി തളർന്നു പോകുവാനിടയായി തീർന്നു. മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ പോലും താൻ വിചാരിച്ചില്ല ഇങ്ങനെയൊരു അപകടം തനിക്കുണ്ടാകുമെന്ന്. ആരോഗ്യത്തോടെ നടന്ന സമയത്ത് തനിക്കെല്ലാവരും ഉണ്ടായിരുന്നു. എന്നാൽ അപകടം പിടിപെട്ട് തൻ്റെ ശരീരം തളർന്നു പോയപ്പോൾ ഉറ്റവരും ഉടയവരും സ്നേഹിതരും ഒക്കെ മാറിക്കടന്നു പോകുവാനിടയായി തീർന്നു. നിരാശ മൂടിയ പ്രിയ മനോജ് 7 വർഷങ്ങൾക്ക് മുൻപ് ഗിൽഗാൽ ആശ്വാസഭവനിൽ അഭയം തേടി.
ഈ ഭവനത്തിലെ സ്നേഹവും പരിചരണവും ജീവിതത്തിന് പുതിയ പ്രത്യാശ ലഭിക്കാനിടയായി തീർന്നു. ഇന്ന് മനോജ് തൻ്റെ കാലുകൾ തളർന്നു പോയെങ്കിലും തൻ്റെ കരങ്ങളാൽ ഈ റിതംപാട് വായിച്ച് ഗിൽഗാൽ വോയിസിൽ മനോഹരമായി ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ശ്രവിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം എന്നും രക്ഷയായി ചാരയുണ്ട്. ഹൃദയം നുറുങ്ങിയോർക്കെന്നും ദൈവം രക്ഷയായി ചാരയുണ്ട്. കരഞ്ഞു തളർന്നവർക്കെന്നും ദൈവം ശാന്തിയായി കൂടെയുണ്ട്. ഹൃദയം നുറുങ്ങിയോർക്കെന്നും ദൈവം രക്ഷയായി ചാരയുണ്ട്. കരഞ്ഞു തളർന്നവർക്കെന്നും ദൈവം ശാന്തിയായി കൂടെയുണ്ട്. തന്നപ്പം നൽകിയാലും ക്ലേശത്തിൻ പാനീയം നൽകിയാലും കഷ്ടത തന്നപ്പം നൽകിയാലും ക്ലേശത്തിൻ പാനീയം നൽകിയാലും എന്നാലും എന്നാഥൻ അകലുകില്ല. ഓമനയാമെന്നെ മറക്കുകില്ല. എന്നാലും എന്നാഥൻ അകലുകില്ല. ഓമനയാമെന്നെ മറക്കുകില്ല. ഹൃദയം നുറുങ്ങിയോർക്കെന്നും ദൈവം രക്ഷയായി ചാരയുണ്ട്. കരഞ്ഞു തളർന്നവർക്കെന്നും ദൈവം ശാന്തിയായി കൂടെയുണ്ട്. രോഗത്താൽ ചർമ്മം അഴുകിയാലും വേദനയാൽ എന്നുള്ളം വിതുമ്പിയാലും രോഗത്താൽ ചർമ്മം അഴുകിയാലും വേദനയാൽ എന്നുള്ളം വിതുമ്പിയാലും ഇല്ല എന്നാഥൻ അകലുകില്ല. ഓമനയാമെന്നെ മറക്കുകില്ല. ഇല്ല എന്നാഥൻ അകലുകില്ല. ഓമനയാമെന്നെ മറക്കുകില്ല. ഹൃദയം നുറുങ്ങിയോർക്കെന്നും ദൈവം രക്ഷയായി ചാരയുണ്ട്. കരഞ്ഞു തളർന്നവർക്കെന്നും ദൈവം ശാന്തിയായി കൂടെയുണ്ട്. ഹൃദയം നുറുങ്ങിയോർക്കെന്നും ദൈവം രക്ഷയായി ചാരയുണ്ട്.
വരെയുണ്ട്. കരഞ്ഞു തളർന്നവർക്കെന്നും ദൈവം ശാന്തിയായി കൂടെയുണ്ട്. നിരാലംബതയും വൈകല്യവും കീഴ്പ്പെടുത്തിയ 300-ലധികം ജീവിതങ്ങൾ ഈ കുടുംബത്തിൽ ആശ്വാസം അനുഭവിക്കുകയാണ്. ഇവരുടെ വിശപ്പും ദാഹവും നമ്മുടേതാണ്. ഇവരുടെ മുറിവുകൾ നമുക്ക് കാണാം. ഇവരുടെ ശബ്ദം നമുക്ക് കേൾക്കാം. ഇവരുടെ അരികിൽ നമുക്ക് എത്താം. നമ്മുടെ കരങ്ങൾ ഇവർക്കായി നീട്ടാം.